ഹായ് ഫ്രണ്ട്സ്, ഞാനിപ്പോൾ നിൽക്കുന്നത് തിരുച്ചെന്തൂർ ശ്രീ മുരുകൻ ഭഗവാന്റെ ടെമ്പിളിലാണ് കേട്ടോ. നമുക്ക് ആ ടെമ്പിളിലെ പരിസരവും ഒക്കെ ഒന്ന് കണ്ടു നോക്കാം. തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലാണ് കേട്ടോ തിരുച്ചെന്തൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. മുരുകൻ്റെ ആറുപട വീടുകളിലെ രണ്ടാമത്തെ വീടാണ് തിരുച്ചെന്തൂർ എന്നാണ് അറിയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിന് പുരാതനമായൊരു നാമമുണ്ട്, ജയന്തിപുരം എന്നാണ് കേട്ടോ ക്ഷേത്രത്തിൻ്റെ പുരാതനമായൊരു നാമം. അതായത് തിരുച്ചെന്തൂർ വരുന്നതിന് മുന്നെയാണ് ജയന്തിപുരം എന്നാണ് ഈ ക്ഷേത്രം അറിയപ്പെട്ടിരുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കം എന്ന് പറയുന്നത് ഏകദേശം 2000 വർഷങ്ങളോളം പഴക്കമുള്ളതാണ് ഈ തിരുച്ചെന്തൂർ ക്ഷേത്രം. നമ്മൾ സാധാരണ മുരുകൻ ക്ഷേത്രങ്ങളെല്ലാം വ്യത്യസ്തമായിട്ടാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. സാധാരണ മുരുകൻ ക്ഷേത്രം എന്ന് പറയുന്നത് എല്ലാ ക്ഷേത്രങ്ങളും മലമുകളിലാണ് മുരുകൻ്റെ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ തിരുച്ചെന്തൂർ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഒരു കടൽ തീരത്താണ്. തിരുച്ചെന്തൂർ എന്നാൽ തമിഴിലെ പവിത്രവും മനോഹരവുമായ പട്ടണം എന്നാണ് അറിയപ്പെടുന്നത്. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ നട തുറക്കുന്ന രാവിലെ 5 മുതൽ രാത്രി 9 മണി വരെയാണ് കേട്ടോ. ഈ തിരുച്ചെന്തൂരിൻ്റെ കടൽ തീരത്ത് വെച്ചാണ് മുരുകൻ ശൂരപത്മനെ വധിച്ചു എന്നാണ് ഒരു ഐതിഹ്യമുള്ളത്. നമ്മുടെ ഈ ക്ഷേത്രത്തിൻ്റെ ഗോപുരം എന്ന് പറയുന്ന 137 അടി ഉയരമാണ് കേട്ടോ. ശരിക്കും 9 നിലകളുള്ള ഗോപുരമാണ്. നമ്മളവിടെ കടലിൽ സ്നാനം ചെയ്തതിന് ശേഷം ക്ഷേത്ര ദർശനം നടത്തുന്നതാണ് ഉത്തമം എന്നാണ് കരുതപ്പെടുന്നത്. നമ്മൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, മുരുകൻ്റെ ആറുപട വീടുകളിൽ ഏതൊക്കെയെന്ന് വെച്ചാൽ, ഒന്ന് തിരുപ്പറംകുണ്ട്രം. ആറുപട വീടുകളിൽ തിരുപ്പറംകുണ്ട്രം, തിരുച്ചെന്തൂർ, പഴനി, സ്വാമിമല, തിരുത്തണി, പഴമുടിച്ചോല എന്നിവയാണ് ഈ ആറുപട വീടുകൾ ഉൾപ്പെടുന്ന ക്ഷേത്രങ്ങൾ കേട്ടോ. ഈ ക്ഷേത്രത്തിന് കുറച്ച് മാറി തന്നെ ഒരു നാഴിക്കിണറുണ്ട്. അവിടെ നമുക്ക് വെള്ളം കോരി കുളിക്കാൻ പറ്റും. ഒരു നാഴി വെള്ളമേ കിട്ടത്തുള്ളൂ. നമുക്കിനി ഒരു കാര്യം നോക്കാം, ശൂരപത്മൻ ആരായിരുന്നു എന്ന്. ശിവഭക്തനായ ശൂരപത്മൻ കഠിനമായ തപസ് ചെയ്തു. ശിവശക്തിയൊഴികെ മറ്റാർക്കും തന്നെ വധിക്കുവാൻ കഴിയില്ല എന്നതായിരുന്നു ആ വരദാനം ശിവൻ നൽകിയത്. ശൂരപത്മൻ്റെ ക്രൂരതകൾ കൂടിയപ്പോൾ ദേവന്മാരെല്ലാവരും കൂടെ ശിവന്റെ സഹായം തേടി. അദ്ദേഹം തൻ്റെ 3-ാം തൃക്കണ്ണ് തുറന്നു. അതിൽ നിന്ന് 6 അഗ്നിത്തുള്ളികൾ താഴേക്ക് പതിക്കുകയും ഇത് ഗംഗയിൽ 6 താമരയ്ക്കുള്ളിൽ പതിക്കുകയാണ് ചെയ്തത്. ആ അഗ്നിത്തുള്ളികൾ അത് 6 കുഞ്ഞുങ്ങളായി. പാർവതി അവരെ എടുക്കുന്ന സമയത്ത് അത് ഒറ്റ ഒരാളായി മാറുകയും അതാണ് നമ്മുടെ മുരുകൻ എന്നാണ് ഒരു ഐതിഹ്യം. ഇത് ഈ ക്ഷേത്രത്തിലേക്ക് തൊഴാനുള്ളൊരു ടെമ്പററി ആയിട്ടൊരു ക്യൂ കോംപ്ലക്സ് ആണ് കേട്ടോ. അവിടെ ക്ഷേത്രത്തിൽ ഒരുപാട് പണികൾ നടക്കുന്നുണ്ട്. ഏകദേശം ഞങ്ങൾക്ക് ഇവിടെ ദർശനം കിട്ടിയതിന് ഏകദേശം 5 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് ദർശനം കിട്ടിയത്. കാരണം അത്രയ്ക്ക് തിരക്കായിരുന്നു, നല്ല വെയിലുണ്ട്. ഞങ്ങൾ അവിടെ ഞായറാഴ്ചയായിരുന്നു കേട്ടോ. ഞായറാഴ്ച ആയതുകൊണ്ടായിരിക്കാം നല്ല തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. കാരണം ഈ ക്യൂ കോംപ്ലക്സ് കറങ്ങി ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്തുന്നുണ്ട്. 2-3 സ്റ്റെപ്പുകൾ തിരിഞ്ഞ് വേണം ഇത് ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്തുന്നത്. നമുക്ക് കാണാം അതെല്ലാം. പിന്നെ നമ്മൾ ഈ ക്യൂവിൽ നിൽക്കുമ്പം നമുക്ക് ആവശ്യം കുടിക്കാനുള്ള വെള്ളം, പിന്നെ കടല അവിച്ചത്, കപ്പലണ്ടി അവിച്ചത്, ഇങ്ങനെയെല്ലാം കൊണ്ടുവരുന്ന ഓരോ ആൾക്കാരുണ്ട് കേട്ടോ. കാരണം അത് അവരുടെ ഒരു ഉപജീവന മാർഗമായിട്ടാണ് അവർ കരുതുന്നത്. കാരണം വെള്ളം വന്നിട്ട് ഒരു കുപ്പി വെള്ളത്തിന് സാധാരണ നോർമൽ റേറ്റ് തന്നെയാണ്. തണുത്ത വെള്ളമാണെങ്കിൽ അതിന് റേറ്റ് കൂടുതലാണ്, 30 രൂപയാണ് അതിൻ്റെ ആ റേറ്റ്. ഇതാണ് കേട്ടോ ആ ക്യൂ പോകുന്ന വഴിയെന്ന് പറയുന്നത്. അതായത് നമ്മൾ അകത്തുള്ള ആ ക്യൂവിൻ്റെ ഒരു റൗണ്ട് കഴിഞ്ഞ് തിരിച്ച് നമ്മൾ വീണ്ടും വെളിയിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മൾ ഈ ക്യൂ ക്ഷേത്രത്തിലേക്ക് പോകുന്നത്. അതായത് 100 രൂപ എന്ന് എഴുതി വെച്ചിരിക്കുന്ന ഒരു ക്യൂ ആണ്. ഇതിൻ്റെ മറു സൈഡിൽ കാണുന്ന ആ ബിൽഡിങ്ങിൽ ഫ്രീ ആയിട്ടുള്ളൊരു ക്യൂ ആണ്. ഇത് രണ്ടും എങ്ങനെ നമ്മൾ കാശ് കൊടുത്താലും നമുക്ക് ഏകദേശം 5 മണിക്കൂർ 6 മണിക്കൂർ കഴിഞ്ഞ് മാത്രമേ അവിടെ ദർശനം കിട്ടത്തുള്ളൂ. കാരണം അതിനത്ര തിരക്കാണ് അവിടെ അനുഭവപ്പെടുന്നത്. ഇനി നമുക്ക് വള്ളി ഗുഹയിലേക്ക് പോവാം. ഇവിടെ നിന്ന് തന്നെ അടുത്തായിട്ടാണ് വള്ളി ഗുഹ സ്ഥിതി ചെയ്യുന്നത്. ഇതൊരു ചെറിയൊരു ഗുഹാക്ഷേത്രമാണ്. ഇതിനകത്തേക്ക് നമുക്ക് ഫോട്ടോഗ്രാഫി ഒന്നും അലൗഡ് അല്ല, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കതുകൊണ്ട് അതിൻ്റെ മുന്നിൽ വരെയുള്ളത് ഞാൻ കാണിച്ചു തരാം. അതിനകത്തേക്ക് നമുക്ക് പോകുമ്പോൾ ഫോട്ടോഗ്രാഫി അലൗഡ് അല്ലാത്തത് കൊണ്ട് നമുക്ക് എടുക്കുന്നത് ശരിയല്ല കേട്ടോ. ഇതാണ് കേട്ടോ, അതും ആ കടൽ തീരത്തിൻ്റെ ഒരു സൈഡിലായിട്ടാണ്
ഈ വള്ളി ഗുഹയും ഇതൊക്കെ സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അവിടെ തന്നെ ഈ ആളുകൾ നേർച്ചയായിട്ട് തൊട്ടിൽ നേർച്ച, അങ്ങനെ ഒരുപാട് നേർച്ചകളൊക്കെ അവിടെ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം അവിടെ ആ പാറയുടെ സൈഡിലായിട്ട് തൂക്കിയിട്ടുണ്ട്, ഈ നേർച്ചയ്ക്ക് കിട്ടുന്ന സാധനങ്ങളെല്ലാം. ഇവിടെ ഇനി അടുത്ത് നമ്മൾ കാണുന്ന ഈ വള്ളി ഗുഹയുടെ നോക്കുമ്പോൾ ഒരു കടൽ തീരമുണ്ട് കേട്ടോ. മൊത്തം കടലിൻ്റെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. പക്ഷെ ആ ഒരു വ്യൂ എന്ന് പറയുന്നത് ശരിക്കും നല്ലൊരു വ്യൂ ആയിരുന്നു. കാരണം മുമ്പ് സുനാമി വന്നപ്പോൾ കൂടെയും ഈ ക്ഷേത്രത്തെയോ ഈ ക്ഷേത്ര പരിസരത്തെയോ സുനാമിയോ ഒരു കടൽ തിരയോ കയറി വന്നിട്ടില്ല. നമ്മൾ ആ നേരത്തെ കണ്ട ക്യൂ ആണ് കേട്ടോ ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലൂടെ പോകുന്നത്. ഇത് മുന്നിലൂടെ പോയിട്ടാണ് നമുക്ക് ശ്രീകോവിൽ എത്താൻ പറ്റുന്നത്. ഏകദേശം ഒരുപാട് ദൂരം നടന്നാൽ മാത്രമേ നമുക്ക് ഈ ക്ഷേത്രത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. പിന്നെ നല്ല വെയിലും ഉണ്ട്, കാരണം കടൽ തീരമാണെങ്കിലും അത്ര വലിയ കാറ്റൊന്നും അടിക്കുന്നില്ല, നല്ല ചൂടും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ തിരുച്ചെന്തൂരും ആ ഒരു ക്ഷേത്ര പരിസരമൊക്കെ ശരിക്കും നല്ല ഒരു വൈബുള്ളൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. കാരണം ഒരിക്കലെങ്കിലും സന്ദർശിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് തിരുച്ചെന്തൂർ മുരുകൻ ക്ഷേത്രം. ഇത് ഇനി കാണുന്ന ഇതിനി പുതുതായിട്ട് വരാൻ പോകുന്ന ഒരു ക്യൂ കോംപ്ലക്സ് ആണ് കേട്ടോ. നമ്മുടെ ക്ഷേത്രത്തിലേക്ക് തൊഴാനുള്ള ഒരു ക്യൂ കോംപ്ലക്സ് ആണ് അവർ പണിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതാണ് നമുക്കിനി കാണാനുള്ളത്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ രണ്ട് സൈഡിലും വിശ്രമിക്കാനായിട്ട് ഒരുപാട് സ്ഥലമുണ്ട് കേട്ടോ. ഈ ക്ഷേത്രത്തിൽ വരുന്ന ആളുകൾക്ക് അവിടെ കിടന്ന് ഉറങ്ങാനും വിശ്രമിക്കാനുള്ള സ്ഥലങ്ങളെല്ലാം ഈ ക്ഷേത്ര പരിസരത്ത് അവർ ഒരുക്കിയിട്ടുണ്ട്. ഈ കോവിലിൻ്റെ ഈ പരിസരത്ത് തന്നെ പല സ്ഥലത്തും ഒരുപാട് ആഹാര സാധനങ്ങൾ വിൽക്കുന്ന കൊച്ചു കൊച്ചു കടകളുണ്ട് കേട്ടോ. കാരണം സ്നാക്ക് ഐറ്റംസ്, പിന്നെ നമ്മുടെ ഈ പൈനാപ്പിള്, മാങ്ങ അങ്ങനെയുള്ള ഐറ്റംസ്, തുണികൾ, ഇങ്ങനെ വിൽക്കുന്ന ഒരുപാട് ആൾക്കാർ ആ ക്ഷേത്ര പരിസരത്തായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ. ഇവർക്ക് ഒരു ആൾക്കാർ വാങ്ങുന്നുമുണ്ട്. പിന്നെ ഈ ചായ പോലുള്ള സാധനങ്ങൾ വിൽക്കുന്നുണ്ട് കണ്ടോ. ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളാണ് അവിടെ സെയിൽ ചെയ്യുന്നത്. ഇനി നമ്മൾ കാണാൻ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു അന്നദാനം കൊടുക്കുന്നൊരു സ്ഥലമാണ് കേട്ടോ. ഇതാണ് അന്നദാനം കൊടുക്കുന്നൊരു ഹാള്. ഇതിന് മറു സൈഡിലായിട്ടാണ് നമ്മൾ ഇരുന്ന് കഴിക്കാനുള്ള സംവിധാനം. ഇവിടെ ഈ ക്യൂവിലൂടെ വേണം നമുക്ക് ഈ അന്നദാനം കഴിക്കാനായിട്ട് അകത്തേക്ക് പോകാനുള്ളത്. കാരണം ഒരുപാട് പേരവിടെ വെയിറ്റ് ചെയ്യുകയാണ് ഈ അന്നദാനത്തിന് വേണ്ടി തന്നെ. ഇപ്പോൾ നമുക്കിവിടെ എവിടെ നോക്കിയാലും ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ പരിസരത്തും അതിൻ്റെ ഓരോ സൈഡിലും കൺസ്ട്രക്ഷൻ വർക്കുകൾ നടക്കുകയാണ് കേട്ടോ. ആ ക്ഷേത്ര റിനോവേഷൻ്റെ ഭാഗമായിട്ട് ഒരുപാട് പണികൾ നടക്കുകയാണ്. ഇതും അതിനുള്ളൊരു ക്യൂ കോംപ്ലക്സ് ആണ്, അന്നദാനം പോലെയുള്ള അതിനുള്ളൊരു ക്യൂ കോംപ്ലക്സ് ആണ്. അതിൻ്റെയും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ ക്ഷേത്രത്തിൻ്റെ പല നിന്നുള്ള കൺസ്ട്രക്ഷൻ വർക്കുകളാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത്. കാരണം അതിലുപരി ഈ ക്ഷേത്രത്തിൽ നല്ല തിരക്കുമാണ്. ഇനി നമുക്കിവിടെ പ്രധാനമായും രണ്ട് സ്ഥലങ്ങളിലൂടെ കാണാനുണ്ട്. ഈ കൊച്ചു കുട്ടികൾക്ക് കാത് കുത്തുന്ന പെൺകുട്ടികൾക്ക് കാത് കുത്തുന്ന ഒരു സ്ഥലമുണ്ട്. പിന്നെ നമ്മൾ ഈ നേർച്ചയായിട്ട് തല മുട്ടയടിക്കുന്ന ഒരു സ്ഥലം കൂടെ ഉണ്ട്. അത് നമുക്ക് ഇനി കാണാം. ആ സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് പോയി കാണാം. ഇതുവഴിയാണ് നമ്മൾ ആ സ്ഥലത്തേക്ക് പോകുന്നത്. അതായത് നമ്മുടെ കാതെല്ലാം കുത്തുന്നൊരു സ്ഥലമുണ്ട്, നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, അവിടേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. ഇതങ്ങനെ നടന്ന് ഈ ഒരു സ്ഥലത്താണ് കേട്ടോ കാതെല്ലാം കുത്തുന്നത്. കാരണം അതിനകത്ത് ക്യാമറ അങ്ങനെ അലൗഡ് അല്ല. അതുകൊണ്ടാണ് പുറത്ത് നിന്ന് ആ ഒരു വീഡിയോ എടുത്തത് കേട്ടോ. കാരണം ഒരുപാട് കൊച്ചു കൊച്ചു കുട്ടികൾ തലയെല്ലാം മുട്ടയടിച്ച് കാത് കുത്താനായിട്ട് അവിടെ അമ്മമാർ കൊണ്ടാക്കുന്നുണ്ട്. അടുത്ത ഇനി നമ്മൾ ഈ കാണുന്ന കേട്ടോ തല മുട്ടയടിക്കുന്ന ഒരു ഏരിയയാണ്. കാരണം ഒരുപാട് ആൾക്കാർ തല മുട്ടയടിക്കാനായിട്ട് ഇരിപ്പുണ്ട്. കാരണം കണ്ടോ, വയസ്സായ ഒരു അപ്പൂപ്പൻ മുതൽ അവിടെ ഇരുന്ന് തല മുട്ടയടിക്കുകയാണ്. ഒരുപാട് ഇതെല്ലാം നേർച്ചയ്ക്കുള്ള ഇതാണ് കേട്ടോ. പിന്നെ അതിന് പുറത്തേക്ക് ഒരുപാട് കച്ചവടക്കാരുണ്ട്. അവർ മുരുക ഭഗവാന്റെ ഫോട്ടോ, പിന്നെ മാല, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ അവിടെ വിൽക്കുന്നുണ്ടാവും. ഒരുപാട് ടൈപ്പിലുള്ള ഫോട്ടോകളുണ്ട് മുരുക ഭഗവാന്റെ. ഇതെല്ലാം അവിടെ സെയിൽ ചെയ്യുന്നുണ്ട്. ഇത് നമ്മളിതാ പുറത്ത് കണ്ടൊരു കാഴ്ചയുണ്ട്, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ. കാരണം ഒരുപാട് സ്ഥലത്ത് ആ മുരുകൻ്റെ ഫോട്ടോകൾ അങ്ങനെയുള്ള സാധനങ്ങൾ വിൽക്കുന്ന കടയുണ്ട്. പിന്നെ കളിപ്പാട്ടങ്ങൾ, അത് നമ്മുടെ തമിഴ്നാട്ടിൽ ഏത് ക്ഷേത്രത്തിൽ പോയാലും ഈ കളിപ്പാട്ടങ്ങൾ ഒരു നീണ്ട നിരയെ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ ഇവിടെയും ഉണ്ട് കളിപ്പാട്ടങ്ങൾ. പിന്നെ അതുപോലെ ഈ സൈഡിൽ ചെറിയ ചെറിയ വിഗ്രഹങ്ങളുണ്ട്. പിന്നെ നമ്മുടെ കയ്യിലെല്ലാം ഈ പച്ച കുത്തുക എന്നൊരു സിസ്റ്റം ഉണ്ടല്ലോ, അതും ഇവിടെ ചെയ്യുന്നുണ്ട് ആ ഭാഗത്തായിട്ട്. അങ്ങനെ ഒരുപാട് കച്ചവടക്കാർ ഈ കോവിലിൻ്റെ പരിസരത്ത് ഒരുപാട് ആൾക്കാരുണ്ട്. നിറച്ച് അങ്ങനെ അടുങ്ങിയിരിക്കുകയാണ് അവർ. പിന്നെ നമ്മൾ പോയൊരു കാഴ്ച എന്ന് പറഞ്ഞാൽ ഇതാണ് ആ കടൽ കേട്ടോ. ഈ കടലിൻ്റെ ആ ഒരു പരിസരത്ത് നിന്നുള്ളൊരു വ്യൂ ആണ്. ഞാൻ കടപ്പുറത്തേക്ക് ഇറങ്ങിയില്ല, കാരണം അവിടെ ഭയങ്കര തിരക്കായിരുന്നു കടപ്പുറത്ത്. ഈ ഭാഗത്താണ് കേട്ടോ സ്കന്ദ പുഷ്കരണി എന്നറിയിക്കുന്ന ഒരു നാഴിക്കിണർ ഉള്ളത്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന നാഴിക്കിണർ.
അതായത് മുരുകൻ ശൂരപത്മനുമായുള്ള യുദ്ധത്തിനിടെ തൻ്റെ യോദ്ധാക്കളുടെ ദാഹം ശമിപ്പിക്കുവാനായി മുരുകൻ തൻ്റെ ശൂലം നിലത്തേക്ക് എറിയുകയും വെള്ളം കൊണ്ടുവന്നു ആഴിക്കിണർ രൂപപ്പെട്ടതായാണ് അറിയപ്പെടുന്നത്. ഏകദേശം 14 ചതുരശ്ര അടി വീതിയുള്ള ചതുരാകൃതിയുള്ള കിണറിനകത്ത് ഒരു ചെറിയ കിണറുണ്ട്. ആ വലിയ കിണറിലെ വെള്ളം ഉപ്പുരസമാണ്. അതിനകത്തുള്ള ആ ചെറിയ കിണർ, അതായത് നാഴിക്കിണർ, അത് വളരെ മധുരമുള്ളതും സ്ഫടികം പോലെ തിളങ്ങുന്ന വെള്ളമുള്ളതുമായ ഒരു കിണറാണ് കേട്ടോ. ഇവിടുത്തെ പ്രധാന ഉത്സവങ്ങൾ എന്ന് പറയുന്നത് ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ നടക്കുന്ന ആദികൃതി ഉത്സവമാണ് ഇവിടുത്തെ ഗംഭീരമായൊരു ഉത്സവം. അതിനുശേഷം നടക്കുന്ന ഉത്സവമാണ് സ്കന്ദഷഷ്ടി. അതായത് അത് ഒക്ടോബർ നവംബർ കാലയളവിലാണ് ഈ സ്കന്ദഷഷ്ടി നടക്കുന്നത്. തമിഴ് മാസമായ ഐപ്പസിയിൽ, അതായത് നമ്മുടെ ഒക്ടോബർ നവംബർ, ഈ ക്ഷേത്രത്തിൽ നടക്കുന്ന സ്കന്ദഷഷ്ടി ഉത്സവത്തിൽ ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്നുണ്ട്. ഇതിൻ്റെ 6-ാം ദിവസം ഈ കടൽ തീരത്ത് തന്നെ ശൂരപത്മനുമായിട്ട് യുദ്ധം ചെയ്യുന്ന ഒരിതുണ്ട്. ശൂരസംഹാരം അവതരിപ്പിക്കും. അതിൻ്റെ അടുത്ത ദിവസം ഭഗവാൻ മുരുകൻ്റെ തിരുക്കല്യാണമാണ്. ഇനി നമ്മൾ ഈ കാണുന്ന കാഴ്ചകൾ പുറത്തേക്ക് ഇറങ്ങുന്നൊരു, നമ്മൾ വർഷങ്ങൾക്ക് മുമ്പ് വന്നപ്പോൾ ഒരു എൻട്രൻസ് ഉണ്ടായിരുന്നു. ആ എൻട്രൻസിൽ കൂടെയാണ് ഇപ്പം തിരിച്ച് നമ്മൾ ഇറങ്ങുന്നത്. നമ്മൾ ഈ ക്ഷേത്രത്തിൻ്റെ അവിടെ തന്നെ ഒരുപാട് കച്ചവടക്കാർ, മാല അങ്ങനെ വിൽക്കുന്ന ഒരുപാട് കച്ചവടക്കാരുണ്ട്. ഈ ക്ഷേത്രത്തിൽ ഈ വഴിയുടെ അങ്ങ് എൻഡിലായിട്ട് ഒരു ഗണപതി അമ്പലം കൂടെ ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ തേങ്ങയൊക്കെ അടിച്ചിട്ടാണ് ആൾക്കാർ നേരത്തേക്ക് വന്നുകൊണ്ടിരുന്നത്. തിരിച്ച് പോകുമ്പോഴും അവിടെ തേങ്ങയെല്ലാം അടിച്ചിട്ടാണ് പോകുന്നത്. ആ ഗണപതി അമ്പലം ഞാൻ കാണിച്ചു തരാം. ഇവിടെ തന്നെ ഒരുപാട് പൂജയ്ക്കുള്ള സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഷോപ്പുണ്ട്. പിന്നെ അതേപോലെ ചായ അങ്ങനെ വിൽക്കുന്ന ഒരുപാട് ഷോപ്പുകൾ 2 സൈഡിലുണ്ട്. പൂക്കൾ, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു മനോഹരമായ സ്ഥലം തന്നെയാണ് നമ്മുടെ തിരുച്ചെന്തൂർ മുരുക ഭഗവാന്റെ ആ ക്ഷേത്രം. അതായത് 6 പടൈ വീടുകളിലെ 2ാമത്തേതായ ആ ഒരു ക്ഷേത്രം. പിന്നെ എൻ്റെ ഈ തിരുച്ചെന്തൂർ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഹൈപ്പും കൂടെ ഒന്ന് ചെയ്തേക്കണം. ഇതാണ് ആ ഒരു ഗണപതി അമ്പലം കേട്ടോ. വീണ്ടും ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബൈ.